റിൽവുഡ് റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഷൂട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏറ്റവും ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോർഷൻ ഏതാ? അല്ലെങ്കിൽ ഒരു ഗെയിംസ്. ഓക്കെ, ഗെയിംസ് ഉണ്ട്. ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ ഓടും, അപ്പോഴേക്ക് ഷിബിൽ ബ്രോ പിടിച്ച് തിരിച്ചുകൊണ്ട് വരും. യെസ്. പിന്നെ അന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടി വന്ന് ഈ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും നിൽക്കുന്നത് ഇഷ്ടമാണോ? എനിക്ക് അങ്ങനെ വരുന്നതും പിന്നെ ഈ കളിക്കുന്നതും ദംശരസ് കളിക്കുക, അന്താക്ഷരി കളിക്കുക, ഇതൊക്കെ മോസ്റ്റ്ലി അങ്ങനത്തെ ഒരു ചാൻസ് കൂടുതലായിട്ട് കിട്ടും. മെയിനായിട്ട് ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഈ ക്യാമ്പ് ഫയർ ഒക്കെ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ വേണം. നമ്മൾ ഷൂട്ടിനാകെ ലിമിറ്റഡ് ക്രൂ ആയിട്ടല്ലേ വരുന്നത്. അപ്പം നമ്മൾ പിന്നെ ഫുള്ളി ഷൂട്ടിൻ്റെ തിരക്കിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ട്രിപ്പ് വരുന്ന സമയത്ത്, ഓഫീസിന് ട്രിപ്പ് വരുന്ന സമയത്ത് എപ്പോഴും ക്യാമ്പ് ഫയർ കിട്ടാറുണ്ട്. സോ ക്യാമ്പ് ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാമ്പ് ഫയർ എന്താണെന്ന് അറിയില്ലേ? നമ്മളിപ്പം ഒരു ഗ്യാതറിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാംത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ പുറത്ത് തീ ഇടുന്നതിനെയാണ് ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത്. ഇത് തന്നെ കുറച്ച് വലുതാക്കി ഇടുന്നതിന് നമുക്ക് ബോൺ ഫയർ എന്നും പറയാം. ബോൺ ഫയർ. ഇനി അടുത്തത് ഇങ്ങനെ വരുന്ന തീ ഇടുമ്പോൾ വരുന്നതിന് എന്താ പറയുക? അല്ല, തീ ഇടുമ്പോൾ തീ ഇങ്ങനെ കത്തുന്നതിന് എന്താ പറയുക? ഫ്ലെയിംസ് അല്ലേ? ഇനി നമ്മൾ ഒരു ഫയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫയറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വുഡും അല്ലെങ്കിൽ കോളും ഒക്കെ അല്ല, അത് ഗ്ലോ ആയിട്ട് ഇങ്ങനെ നിൽക്കില്ലേ? അതായത് തീ അവിടെ കെട്ടിട്ടുണ്ടാവില്ല ഫുള്ളായിട്ട്, അതിനെന്താ പറയാന്നറിയോ? ആഷസ്. എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഗ്രേ കളർ സാധനം, അതെല്ലാം ക്യാമ്പ് ഫയർ ഉണ്ട്. അതാ നമ്മളിങ്ങനെ ഇവിടെ തന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. അതിന് നമ്മൾ എംബേഴ്സ് എന്ന് പറയും. എംബേഴ്സ്. ഓക്കെ. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിന് എന്താ പറയുക? ഗാദറിങ്. അതായത് നമ്മൾ മിക്കവാറും ക്യാമ്പ് ഫയറിൻ്റെ സമയത്ത് എല്ലാവരും കൂടി കൂടുമല്ലോ അല്ലേ? ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസസ് ചോദിക്കാം. ഓക്കെ. ക്യാമ്പ് ഫയർ നമ്മളെ ഒരു തണുത്ത രാത്രിയിൽ നല്ലോണം ഇങ്ങനെ ചൂടൊക്കെ തന്നു എന്ന് ഇങ്ങനെ പറയാം. ക്യാമ്പ് ഫയർ തണുത്ത രാത്രിയിൽ ചൂട് തന്നു. അതായത് ഞാൻ അതിൻ്റെ മലയാളം പ്രോപ്പർ സെൻറ്റൻസ് അല്ലാതെ എനിക്കറിയാം. അതായത് ഒരു തണുത്ത രാത്രിയിൽ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് നിന്നപ്പോൾ നമുക്ക് ആ ഒരു ചൂടൊക്കെ കിട്ടി. ക്യാമ്പ് ഫയർ ഗേവ് kept us warm. Gave us warmth അല്ലെങ്കിൽ kept us warm in this cold night. On a cold night. Okay. ഫയറിന്റെ ചുറ്റും നമ്മൾ പാട്ട് പാടിയെന്ന് എങ്ങനെ പറയാം? അപ്പോൾ we sang around the fire. We sang songs around the fire. Okay. എയർ ചുറ്റും ഈ ബേണിംഗ് വുഡിന്റെ മണം ഇങ്ങനെ ഫിൽ ആയി എങ്ങനെ പറയാം? The air is filled with the smell of the burning wood filled the air. ഞാൻ വെച്ചാൽ അതിന് സ്പെസിഫിക് വേർഡ് ഇല്ല. ഓക്കെ, ഇംഗ്ലീഷ് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറഞ്ഞില്ലേ കുറേ ട്രിപ്പിലൊക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ ഏറ്റവും ഫേവറേറ്റ് ഒരു ക്യാമ്പ് ഫയർ മെമ്മറി ഏതാ? ഫ്രണ്ട്സ് അല്ലെങ്കിൽ കഫേ, ഫാമിലി? ക്യാമ്പ് ഫയർ ഐ തിങ്ക് കഫേയുടെ ഫസ്റ്റ് ട്രിപ്പ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ 2020. അതിലെ ക്യാമ്പ് ഫയർ വാസ് വെരി മെമ്മറബിൾ. കുറേ കഴിഞ്ഞിട്ടായി പോയി വന്നത്. അന്ന് ആഴ്ചയില്ല, അത് കഴിഞ്ഞിട്ട് ആഴ്ചത്തെ. അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്ന ക്യാമ്പ് ഫയർ വാസ് എനിക്ക് പേഴ്സണലി ഭയങ്കര മെമ്മറബിൾ. പിന്നെ ഇപ്പോൾ അടുത്തൊരു ഫാമിലി ട്രിപ്പിലും ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി നമ്മൾ ഇവിടെ പോയത് എല്ലാവരും കൂടി പോയിട്ടില്ലായിരുന്നോ? അയ്യോ, മോറിക്യാപ്പ്. അവിടെയും ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. മ്യൂസിക് ഒക്കെ അത് നല്ലായിരുന്നു. എനിക്ക് യൂഷ്വലി മ്യൂസിക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഞാൻ ഓണാവാൻ. അത് മാത്രം മതി. അത് ഐഷയ്ക്ക് ക്യാമ്പ് ഫയർ പൊതുവെ നല്ല മെമ്മറീസ് ഇങ്ങനെ? എനിക്ക് എൻ്റെ മെമ്മറി, ഞാൻ +2 ഒരു മൊത്തം ഒരു ഗേൾസ് ഗ്യാങ് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവില്ല. പക്ഷെ ഈ ട്രിപ്പൊക്കെ വരുമ്പം എല്ലാവരും ഒരേ വൈബാ. അപ്പം അത് നമ്മൾ ഗേൾസ് ആ ഒരു ഫുൾ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഗേൾസ് മാത്രം. അപ്പോൾ അവിടെ ക്യാമ്പ് ഫയർ ഇട്ടപ്പോൾ നമുക്ക് എന്തോ ആവാലോ, പാട്ടൊക്കെ പാടി നമ്മൾ മൈക്കൊക്കെ എടുത്ത് നോ അങ്ങനെയല്ല. നമ്മളെ ഞാനൊന്നും പബ്ലിക്കായിട്ട് പാടുക പോലില്ല, വായ പോലും തുറക്കില്ല. പക്ഷെ അവിടുത്തെ നമ്മളാരും ശ്രദ്ധിക്കാനില്ല. അപ്പൊ നമുക്ക് ലൈക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം. Every singer who does not sing, like people who are non-singers also get to sing around the campfire എന്നുള്ളതാണ്. ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും എല്ലാവരും അങ്ങ് പാടിപ്പോവും. സോ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാമ്പ് ഫയർ മെമ്മറി എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യണേ. ഓൾസോ ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കോമെൻറ്റ് ചെയ്താൽ മതി. നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ കാണിച്ചിട്ടുള്ള വേറെ കുറേ വീഡിയോസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.